everyone, welcome to Xylem Learning. Anatomy ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ഉണ്ട്, മെഷർമെന്റ് ഓഫ് ലെങ്ത് ആൻഡ് മോഷൻ. ആ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചില MCQസുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: If you do not have measuring scale, what will be used to measure the length of a table? റൂളർ ഉണ്ട്, മെഷറിംഗ് ടേപ്പ് ഉണ്ട്, ഹാൻഡ് സ്പാൻ ഉണ്ട്, യാർഡ് സ്റ്റിക്ക് ഉണ്ട്. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹാൻഡ് സ്പാൻ ആണ് നമ്മൾ കൈ വെച്ചിട്ട് നോക്കുന്നത്. അത് തന്നെ നമ്മുടെ കൈയിൻ്റെ സൈസ് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കാം. രണ്ടാമത്തെ ചോദ്യം: ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ആർ ദർ ഇൻ 1 meter? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം: വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ സ്വിംഗ് എക്സിബിറ്റ്? അതായത് ഊഞ്ഞാലാടത്തില്ലേ, ഊഞ്ഞാലാടുക എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മോഷൻ ആണ്? ലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, ഓസിലേറ്ററി മോഷൻ ആൻഡ് റാൻഡം മോഷൻ. ഊഞ്ഞാലാടുക എന്ന് പറയുന്നത് എങ്ങനെയുള്ള മോഷനാണ്? അത് ഓസിലേഷൻ ആണ്. കാരണം എന്താണ്? ഒരു മീൻ പൊസിഷന്റെ ബേസിൽ രണ്ട് സൈഡിലേക്കുമുള്ള അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ അത് ഏത് തരത്തിലുള്ളതാണ്? ഓസിലേറ്ററി മോഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേർ ഷുഡ് യുവർ ഐ ബി പൊസിഷൻഡ് വെൻ റീഡിങ് എ മെഷർമെന്റ് ഓൺ എ സ്കെയിൽ? ഓക്കെ, സ്കെയിൽ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ ആ ഒരു കോണ്ടാക്ട് എവിടെ വേണം? ടു ദ ലെഫ്റ്റ് ഓഫ് ദി മാർക്ക്, ടു ദ റൈറ്റ് ഓഫ് ദി മാർക്ക്, ഡയറക്ട്ലി എബോവ് ദ മാർക്ക് ആൻഡ് ബിലോ ദ മാർക്ക്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൂൾ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെഷറിംഗ് എ കർവ്ഡ് ലൈൻ? കർവ്ഡ് ലൈൻ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ്? റൂളർ ഉണ്ട്, മെറ്റൽ റോഡ് ഉണ്ട്, ത്രെഡ് ഉണ്ട്, യാർഡ് സ്റ്റിക്ക് ഉണ്ട്. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? ത്രെഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ? ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും? ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ: ഇഫ് ഇറ്റ് ചേഞ്ച് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിന്റ് ഓവർ ടൈം. സെക്കൻഡ്: ഇഫ് ഇറ്റ് മേക്ക് എ സൗണ്ട്, ഇഫ് ഇറ്റ് ഹെവി ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കളർഫുൾ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം മോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും അതാണ് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് എക്സിബിറ്റ്? ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ കാർ ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. അത് ഏത് തരത്തിലുള്ള മോഷനാണ്? സർക്കുലർ മോഷൻ, ലീനിയർ മോഷൻ, ഓസിലേറ്ററി മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഏതാണ് കറക്റ്റ്? ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ട്രയൽ ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.